ആലപ്പുഴയിലെ ഷാൻ കൊലപാതക കേസിൽ കുറ്റപത്രം മടക്കണമെന്ന പ്രതികളുടെ ആവശ്യത്തിനുമേലുള്ള ഹർജിയിൽ വിധി ഈ മാസം 26-ന്. പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയിന്മേൽ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ഈ മാസം 26-ന് വാദം കേൾക്കും. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീലക്ഷ്മി, SDP സംസ്ഥാന സെക്രട്ടറി KS ഷാൻ വധക്കേസിലാണ് 2 വർഷത്തിന് ശേഷം നിലവിൽ കോടതിയുടെ നടപടികളൊക്കെ തന്നെ കുറച്ചുകൂടി വേഗത്തിൽ നീങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 ഹർജികളാണ് കോടതി നടപടിയെടുത്തിട്ടുള്ളത്. ഒന്ന് പ്രധാനമായും ചട്ടവിരുദ്ധമായിട്ടാണ് കേസിലെ 11 പ്രതികൾക്കും ജാമ്യം ലഭിച്ചിട്ടുള്ളത്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം പ്രതികൾക്ക് എല്ലാവർക്കും ജാമ്യം ലഭിച്ചിരുന്നു. ഈ ജാമ്യം ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ പ്രതികളുടെ എല്ലാവരുടെയും ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി ഇന്ന് കോടതി ഫയലിൽ സ്വീകരിച്ചു. ശേഷം 26-ാം തീയതി പ്രോസിക്യൂഷന്റെ ഹർജിയിന്മേൽ ആലപ്പുഴ സെഷൻസ് കോടതി 3 വാദം കേട്ടു തുടങ്ങും. രണ്ടാമത്തെ ഹർജി പ്രതിഭാഗത്തിന്റെ ഹർജിയാണ്. അതായത് ഈ കേസിൽ കൊടുത്തിട്ടുള്ള കുറ്റപത്രം അത് മടക്കണമെന്നുള്ള ആവശ്യമാണ്. അതായത് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് DYSP ആണ്. പക്ഷേ അസാധാരണമായൊരു സംഭവമാണത്. ഇത്തരം കേസുകളിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ആ സ്ഥലത്തെ CI ആയിരിക്കണം, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആയിരിക്കണം കുറ്റപത്രം സമർപ്പിക്കേണ്ടത്. അതല്ല, ക്രൈംബ്രാഞ്ച് DYSP ആണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം നിലനിൽക്കുന്നതല്ല. കോടതി തന്നെ ഇത് മടക്കി പോലീസിന്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്നുള്ള ഹർജിയാണ്. ഷാൻ കേസ് ഹർജിയിൽ ഈ മാസം വിധി പറയും. പ്രതികളുടെ ജാമ്യം റദ്ദാക്കണം എന്ന ഹർജിയാണ് കോടതി ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.